വെൽക്കം ടു പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകപ്പെട്ട ദിവസമാണ് നമ്മുടെ പാഡിയിൽ. കാരണം നമ്മുടെ മനോജിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അത് പ്രമാണിച്ച് നമ്മുടെ ക്യാമറമാനായ ബാബു മനോജിന് പ്രസന്റേഷൻ കൊടുത്തത് ഒരു കൊല നേന്ത്രപ്പഴം. ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ പഴം. ബാബു കൃഷി ചെയ്തുണ്ടാക്കിയ പഴം. അതാണ് മനസ്സിലാക്കേണ്ടത്. ബാബു കൃഷി ചെയ്തുണ്ടാക്കിയ പഴം. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വേപ്പ്. കാശ് കൊടുത്തിട്ട് എന്തും കൊടുക്കാൻ അതിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ആ പഴക്കൊല വെച്ചിട്ടാണ് ഇന്ന് നമ്മളൊരു വിഭവം തയ്യാറാക്കുന്നത്. നേന്ത്രപ്പഴത്തിന്റെ ഹൽവ. ഓക്കെ, തനി കേരളീയം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആ നേന്ത്ര കൊല. പകുതി പഴുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് പഴുത്താൽ അത്രക്കാട് ഒരു നമ്മുടെ അലുവ അത്ര ഒരു ഓവർ സോഫ്റ്റായി മാറും. അപ്പോൾ കുറച്ചൊരു ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടി ഒരു പാതി പഴുപ്പാണ് പഴം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെല്ലാം പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നേന്ത്രക്കായാണ്. അത് 20 കായ വേണം. പിന്നെ 2 കിലോ ശർക്കര, കണ്ടൻസ് മിൽക്ക് അത് 400 ഗ്രാം പാൽക്കട്ടി, നെയ്യ് 1/4 ലിറ്റർ, 1.5 കപ്പ് മൈദ, 1/2 കപ്പ് ബദാം, 1 കപ്പ് അണ്ടിപ്പരിപ്പ്, ഒരു 10 ഏലക്കായ, പിന്നെ 3 തേങ്ങ. ഇതാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് 3 തേങ്ങ ചിരകി 1-ാം പാലും 2-ാം പാലും ആക്കണം. പിന്നെ ഈ അണ്ടിപ്പരിപ്പില്ലേ അത് കംപ്ലീറ്റ് പൊടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാം. ബർത്ത്ഡേക്കാരൻ തന്നെയാണ് തേങ്ങ ചേരേണ്ടത്. അത് നല്ല പ്രാക്ടീസാണ് ഇതില്. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാം. കല്യാണം വീട്ടിലൊക്കെ ചെറിയതുകൊണ്ടേ തേങ്ങാപ്പാലിന് വേണ്ടി നമ്മൾ തേങ്ങ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ 1 ഗ്ലാസ് വെള്ളം എടുക്കും. നമ്മൾ 1-ാം പാലാണ് എടുക്കുന്നത്. നന്നായി പിഴിഞ്ഞിടും. പഴം എടുക്കാം. പഴം ഏകദേശം പകുതി പഴുത്ത പഴമാണ്, ഫുള്ളായിട്ട് പഴുത്തല്ല. പഴത്തിന്റെ തൊലി കളഞ്ഞ് ക്ലിയറാക്കാം. ഒരുപാട് പഴുത്ത പഴം ആവാത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് കിട്ടാത്തത്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ, ഈ കുരു, അത് കളയണം. മൊത്തം എടുക്കണം. അത് ഹലുവയ്ക്ക് അത് കളഞ്ഞാലേ വൃത്തിയാവുള്ളൂ. ഹലുവ ഇതുപോലെ വരും. വളരെ സിമ്പിളാണ് ഇത് കളയാൻ. ഇത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹലുവ കഴിക്കുന്ന സമയത്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ തരുതരുന്ന് അതെ അതെ, കംപ്ലീറ്റ് ഒന്ന് കളയാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയുമില്ലാത്തൊരു പണിയാണിത്. അങ്ങനെ വേണം പറയാൻ. ഒരു പണിയില്ലാത്തൊരു പണി. എല്ലാം ഒരു പണി തന്നെ. പഴത്തിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞതിന് ശേഷം നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നു. ചെറിയ ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടും.
പഴം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും ബദാമും ജസ്റ്റ് ഒന്ന് കോരിയെടുക്കാം. ആദ്യം 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമ്മൾ ബദാമിൻ്റെ തൊലി കളഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 2ാം പാലാണ് ഇതിലേക്ക് ആദ്യം ഒഴിക്കേണ്ടത്. നമ്മുടെ 2ാം പാല് നല്ലപോലെ തിളച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ പഴനുറുക്ക് ഇടാം. ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ടൈമോളം ഇളക്കേണ്ടി വരും. എന്നാലാണ് പഴം നല്ലപോലെ വെന്ത് ഉടയുള്ളൂ. അപ്പോൾ നമ്മളിത് വെന്ത് ഉടയ്ക്കാനുള്ള പരിപാടിയാണ്. ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഉടഞ്ഞോളും. ആ അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ അരമണിക്കൂറായി കഴിഞ്ഞിരിക്കുകയാണ്. പഴം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല ശർക്കര ഇടാം. അതിനോടുകൂടി ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് അടിപിടിക്കും. അപ്പോൾ ഇളക്കി കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മനോജ് ഉണ്ടായതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. എനിക്ക് നോക്കി തന്നാൽ മതി. മനോജ് ശരിക്കും ഒരു മെഷീനാണ്. 24 മണിക്കൂർ 24 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് മൈദയിൽ ഒരു 3/4 കപ്പ് മൈദപ്പൊടി ഫസ്റ്റ് ഇടാം. ഇതിൻ്റെ ബാക്കി വന്ന ശർക്കര വീണ്ടും ഇടാം. കാരണം ശർക്കര തികയില്ല. ഇതിലേക്ക് ഇനി 1ാം പാല് പകുതി ഒഴിക്കണം. പിന്നെ ബാക്കി വന്ന മൈദ നമ്മൾ ഫുള്ളായിട്ട് 1.5 കപ്പ് മൈദ നമ്മൾ ഫുള്ളായിട്ട് ഇരിക്കണം. ഈ ഇടക്കിടക്ക് ഓരോ സ്പൂൺ നെയ്യ് ഇങ്ങനെ ജസ്റ്റൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് ഏകദേശം ശർക്കര എല്ലാം അലിഞ്ഞ് 1-2 പീസ് കിടക്കുന്നുണ്ട്. നല്ല ഏകദേശം അലിഞ്ഞ് നല്ല പരുവായിരിക്കുകയാണ്. ഇനി ഇത് ടൈറ്റ് ആവണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് പാലാണ്. പാലിന് പകരം നമ്മൾ പാൽക്കട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ പാൽക്കട്ടി കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് നമ്മൾ നല്ലപോലെ നമ്മളെ മനോജ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോജ് റെസ്റ്റ് എടുക്കുകയേ വേണ്ട. ഇത് കഴിയണ വരെ റെസ്റ്റ് എടുക്കുകയേ വേണ്ട. സാധാരണ ഉരുളിയിൽ ഉണ്ടാക്കണ ഏറ്റവും നല്ലത്. കാരണം എല്ലാ ഭാഗത്തും ചൂട് ഒരുപോലെ കിട്ടും. സാധാരണ അലുമിനിയം ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ ഉരുളിയാകുമ്പോൾ ഓടിൻ്റെ ഉരുളിയാകുമ്പോൾ ടേസ്റ്റിലും നല്ല പോലെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1ാം പാലിൻ്റെ ബാക്കി വന്ന ഭാഗം ഇതിലേക്ക് ഒഴിക്കാം ഫുള്ളായിട്ട്. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ചു വെച്ചാണ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിത് ടൈറ്റ് ആക്കാം. അപ്പോൾ ബാക്കി വന്ന പാല് നമ്മൾ ഒഴിക്കണം. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായി. ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറായിപ്പോൾ. ഇതിനൊരു കറക്റ്റായിട്ടൊരു ടൈമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2 മണിക്കൂർ പിടിക്കും, ചിലപ്പോൾ 2.5 മണിക്കൂർ പിടിക്കും. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ ചൂട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അടി പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ. ഏകദേശം 1/4 ലിറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട് നെയ്യ്. അപ്പം നമ്മുടെ ഹലുവ നല്ല ടൈറ്റായിട്ടുണ്ട് ഇളക്കുമ്പോൾ.
ഇളക്കി 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 ഏകദേശം പകുതിയോളായിട്ടുണ്ട്. പറ്റിയിട്ട് നല്ല ടൈറ്റായി വന്നു. ഇളക്കാൻ നല്ല പാടാണ് ഇപ്പോൾ. ആരോഗ്യമുള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലാത്തവര് കുറച്ച് പണി തന്നെയാണ്. സിമ്പിൾ ഒന്നല്ല. ക്വാണ്ടിറ്റി കൂടുതലായുള്ള സ്ഥിതിക്കാണ് ഇത് സമയം കൂടുതലാവുന്നത്. അതെ അതെ, അതിനനുസരിച്ചുള്ള നല്ല ഇതുണ്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്കാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 75% എത്തി നിൽക്കുകയാണ് നമ്മുടെ നേന്ത്രക്കായ ഹലുവ. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു സാധനം നമ്മുടെ ഏലക്ക പൊടിച്ചത്. ഹലുവ ഏകദേശം ഒരു മാസം എടുത്തു വെച്ചാലും കേടുവരില്ല. കാരണം ഇതിന്റെ മൂപ്പ് കറക്റ്റ് ആയി കഴിഞ്ഞാലേ ഒരു മാസത്തോളം നമുക്ക് ഇത് എടുത്തു വെച്ച് കഴിക്കാം. കാരണം വെള്ളം എന്ന് പറഞ്ഞൊരു സംഭവം ഇതിലേക്ക് ആഡ് ആയിട്ടില്ല. ആ തേങ്ങാപ്പാലില് നമ്മൾ ഒഴിച്ച വെള്ളം തന്നെ, അല്ലാതെ വേറൊരു വെള്ളത്തിന്റെ ഒരു അംശം ഇതിലേക്ക് വന്നിട്ടില്ല. അതെല്ലാം വറ്റി പോവില്ല. അതെല്ലാം വറ്റി വൃത്തിയായി. ഇതിന് വെള്ളത്തിന്റെ ഒരു അംശം ഒന്നും തന്നെ ഇല്ല. നമ്മുടെ നേന്ത്രക്കായുടെ ഹലുവയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അത് നമ്മുടെ ഉരുളിയിൽ നിന്നും എടുത്ത് നമ്മുടെ ഫ്രൈയിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു 5 മണിക്കൂറോളമായി ഇതിൻ്റെ കുക്കിംഗ്. 5ഉം പിന്നെ അതിൻ്റെ കട്ടിങ് സെക്ഷൻ എല്ലാം കൂടി ആയിട്ട് ഒരു 6 മണിക്കൂറോളമായി ഈ ഒരു വർക്ക്. നമ്മളിത് ഇതിൻ്റെ ഫൈനൽ ഘട്ടത്തിൽ നിന്നും ഇതിൻ്റെ ട്രൈയിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രൈയിൽ ഒരു കുറച്ച് നെയ്യെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അടിയിൽ നിന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേന്ത്രപ്പഴത്തിൽ നിന്നും നേന്ത്രപ്പഴം ഹലുവയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ഡെക്കറേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്നാലാണ് നമുക്ക് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഏകദേശം നമ്മുടെ നെയ്യ് കംപ്ലീറ്റ് നമ്മുടെ ഹലുവയുടെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമാണിത്. ജസ്റ്റ് ഒന്ന് ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഇടുകയാണ്. ഇതിലേക്ക് നമ്മുടെ ഡെക്കറേഷൻ കുറച്ച് കുറവാണല്ലേ. സാധാരണ നമ്മൾ കുറച്ച് ഡെക്കറേഷനിലൊക്കെ കൂടി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഓരോ ഫുഡിന് ഓരോ ഡെക്കറേഷൻ പോലെയല്ലേ, ഇതിന് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാം എല്ലാം ഇതിൽ മൊസൈക്ക് ഇട്ട പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു ചൂടാറിയ പോലെ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അതെ, ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എടുക്കാം. 1 മണിക്കൂർ വെക്കണം അല്ലേ? 1 മണിക്കൂറോളം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അതിനകത്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹലുവ ഫ്രിഡ്ജിൽ നിന്നും എടുക്കാം. സോ വെയിറ്റ് ഫോർ 1 hour. ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറായി നമ്മുടെ നേന്ത്രക്കായുടെ ഹലുവ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അത് നമ്മളിപ്പോൾ എടുക്കാൻ പോകണം, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോകണം. സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് എടുക്കാം. ഈ ഒരു രൂപത്തിലായിട്ടുണ്ടത്. വളരെ നെയ്യൊക്കെ നല്ല ടൈറ്റായി വൃത്തിയായി നല്ല ഉറച്ചു നിന്നൊരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 2 മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മുടെ മനോജിൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്, മഹേഷ്. അപ്പോൾ അവനെ സ്വാഗതം ചെയ്യാം. കട്ടയല്ലേ? അപ്പോൾ കട്ടിങ് ചടങ്ങിലേക്ക് നമ്മൾ കയറുന്നു. കട്ടിങ് ചടങ്ങ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നോക്കൽ ചടങ്ങാണത്. നമ്മുടെ പാടിയുടെ രൂപത്തിൽ പറഞ്ഞാൽ ടേസ്റ്റ് നോക്കുന്ന ചടങ്ങാണ്. അപ്പോൾ കട്ടിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മനോജ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. മനോജിന്റെ ബർത്ത്ഡേ ഇവിടെ കഴിയുന്നു. ഹാപ്പി ബർത്ത്ഡേ മനോജ് ചേട്ടാ. ക്ലാപ്പ് കൊടുക്ക്.
ഹാപ്പി ബർത്ത്ഡേ മനോജ് ചേട്ടാ. ആ സൂപ്പർ ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അഭിപ്രായം? ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. കുഴപ്പമില്ല. നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ടൈം പിടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. എത്രത്തോളം ടൈം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നോ അത്രത്തോളം അതിന് ടേസ്റ്റ് കൂടും. നമ്മുടെ മനോജിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്വീറ്റിന്റെ ഉൾവശം എങ്ങനെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ നേന്ത്രക്കായ ഹൽവയുടെ ഉൾവശം. കറക്റ്റായിട്ട് വെന്ത് നെയ്യെല്ലാം കുളിച്ചിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു രൂപത്തിലായിരിക്കും. ചില ബലത്തിലുണ്ടാവും. നല്ല സോഫ്റ്റ് ആയി വളരെ നല്ല വൃത്തിയായി. ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാം. കുറച്ച് ലോങ് വീഡിയോ ആണ്, കുറച്ച് ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഒഴിവ് ദിനങ്ങൾ എന്ന് പറഞ്ഞത്. ഒരു 7-8 മണിക്കൂർ ടൈമെങ്കിലും വേണം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊടിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.